ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോണ്ടൂർ ഇൻ്റഗ്രൽസിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ള കുറച്ച് തിയറംസും കുറച്ച് പ്രോബ്ലംസും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് സെക്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊരു ചെറിയ സെക്ഷനാണ് ഇവിടെ കോഷി-ഗോസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, കാരണം ഇതിൻ്റെ പ്രൂഫൊന്നും പഠിക്കാനില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ MSc പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേർഷൻസ് ഓഫ് പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കോഷി-ഗോസ് തിയറം. ആദ്യം നമ്മൾ ഈ കോഷി-ഗോസ് തിയറത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എഫിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തപ്പോഴും അവിടെയൊന്നും 0 ആയില്ല, അല്ലേ? നമുക്ക് എന്താ (4√2) അങ്ങനെ എങ്ങാണ്ട് കിട്ടിയില്ലേ? -4√3 എന്ന് പറഞ്ഞാൽ ക്യാൻസർ കിട്ടി. അവിടെ 0 ആയില്ലല്ലോ ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ടും. അവിടെ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടില്ല അവിടെ. ഓക്കെ, അവിടെ ഡിഫൈൻഡ് ആയിരുന്നില്ല. നമുക്ക് ചില പോയിന്റ്സിൽ പ്രശ്നമായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനിൽ. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആവുന്ന സികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. If a function f is analytic at all points interior to and on a simple closed contour C, then integral over C f of z dz equal to 0. അതായത് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയി. നമുക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ ഒന്നും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. എനിവേ നമുക്കൊരു ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈൻ്റെ ഉള്ളിൽ ക്ലോസ്ഡ് കോണ്ടൂർ നമുക്കുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ സി അല്ലെങ്കിൽ ഗാമ എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് സി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ എഫ് ഓഫ് സെഡ്. ഈ എഫ് ഓഫ് സെഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് അനലറ്റിക് ആണ്. നമ്മൾ ഇതുവരെ ഈ ടേം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, അല്ലേ? അനലറ്റിക് ആണ്. അതായത് നമ്മൾ ഈ സിയുടെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനലറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ക്ലോസ്ഡ് കോണ്ടൂറിന് മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനലറ്റിക് ആയ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ ഇന്റീരിയർ ടു ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ ബൗണ്ടറിയിലും ഈ എഫ് എന്ന് പറയുന്നത് അനലറ്റിക് ആണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്താണ്. ഓക്കെ, ക്ലോസ്ഡ് കോണ്ടൂറാണ്. ക്ലിയർ? ഓക്കെ, ഇനി ഇതൊരു, അതായത് നമുക്കിപ്പം തിരിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണെന്ന് കരുതി എഫ് അനലറ്റിക് ആവണമെന്നില്ല. ഓക്കെ, എഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡൊമൈനിൻ്റെ അനലറ്റിക് ആണെങ്കിൽ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തതിന് ഏത് ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും അവിടെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ തിരിച്ചില്ല. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് അനലറ്റിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എൻ്റെ ചെറിയ എക്സാമ്പിളാണ്. ഇൻ്റഗ്രൽ ഓവർ സി 1/z² ഡി സെഡ് ഈക്വൽ ടു 0 ആണ്. സി എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ. ഇൻ്റഗ്രൽ ഓവർ സി 1/z² ഡി സെഡ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ സി എന്ന് പറഞ്ഞിരിക്കുന്നത് മോഡ് z ഈക്വൽ ടു 1 ആണ്. പക്ഷേ 1/z² ഈസ് നോട്ട് അനലറ്റിക് അറ്റ് z ഈക്വൽ ടു 0. അതായത് ഇൻറ്റീരിയറിലും കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലും കൂടെ വേണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റിൽ എന്തല്ല, അത് അനലറ്റിക് അല്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ആണ്, അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. Apply Cauchy-Gauss theorem to show that integral of f of z along C is 0 when the contour C and f of z are given by, first one, f of z equal to z² by z² plus 9 and C from modulus of z minus 1 equal to 1. Second one, f of z equal to tan z and C equal to mod z equal to 1. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൽ Cauchy-Gauss തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മളോട് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് വൺ എടുക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z ബൈ z² പ്ലസ് 9. നമുക്ക് തന്നിരിക്കുന്ന പാത്ത്, നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാത്ത് ഏതാണ്? സി എന്ന് പറയുന്നത് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1. നമ്മൾ ഈ പാത്ത് ഒന്ന് വരയ്ക്കുക. മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 സെൻറ്റർ ആയിട്ട് 1 റേഡിയസിൽ വരുന്ന ഒരു സർക്കിൾ, അല്ലേ? ഓക്കെ, അപ്പോൾ
ആ സർക്കിളിന്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോഷി-ഗോസാറ്റ് തിയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ സർക്കിളിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ പുറത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പുറത്താണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ ഉള്ളിലാണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ കോഷി-ഗോസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാം ബൗണ്ടറിയിലും അതിൻ്റെ ഇന്റീരിയറിലും എന്തായാലും അനലിറ്റിക് ആയിരിക്കണം. അപ്പോൾ ഇവിടെ അനലിറ്റിക് ബ്രേക്ക് ആവുന്ന പോയിന്റ്സ് എവിടെയാണുള്ളത്? F is analytic everywhere except at ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ അല്ലേ, z² + 9 = 0 ആവുന്ന പോയിന്റ്സിൽ ഇത് 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയില്ല, പിന്നെ അവിടെ അനലിറ്റിസിറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ z² + 9 = 0. അപ്പോൾ നമുക്കിവിടെ z² എന്ത് വരും? -9, which implies z = ±3 ആയി. ഇനി നമ്മളെ കർവിലോട്ട് തിരിച്ചു പോവാം. നമ്മളുടെ 3i എവിടെ വരുന്നത്? 3i ഇവിടെ വരും അല്ലേ, അതായത് കുറേ കൂടെ മേലെയാണ് വരിക. ഞാൻ വരച്ചതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇതിനെ കുറച്ചുകൂടെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും. എനിവേ, അതായത് ഈ സർക്കിളിൻ്റെ പുറത്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ -3i വരും. ഈ സർക്കിളുമായിട്ട് 3iക്ക് -3iക്ക് ഒരു ബന്ധമൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പം നമുക്കെന്ത് പറയാം? ക്ലിയർലി z = 3i and z = -3i lie outside C. Outside the circle C, mod z - 1 = 1 അല്ലേ? യെസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ കോഷി-ഗോസാറ്റ് തിയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം അല്ലേ. നമുക്കിവിടെ തന്നിരിക്കുന്നത്, അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. f of z is analytic within and on C, and so by കോഷി-ഗോസാറ്റ് തിയറം അല്ലെങ്കിൽ കോഷീസ് തിയറം എന്നൊക്കെ പറഞ്ഞാൽ മതി. നമ്മളിനി നമ്മൾ ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇതിനെയാണ് നമ്മൾ കോഷീസ് തിയറം എന്ന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ C f of z dz = എന്ത് പറയാം നമുക്ക്? is equal to integral over mod z minus സർക്കിൾ പാത്ത് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ സർക്കിൾ എന്താണ്? z² / z² + 9 = dz = 0. അതായത് ഇത് അനലിറ്റിക് ആണ്, ഓവർ എ ക്ലോസ്ഡ് പാത്ത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബൈ കോഷി-ഗോസാറ്റ് തിയറം ഇൻ്റഗ്രൽ ഓവർ C f of z dz = 0. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് തന്നിരിക്കുന്നത്? സെക്കൻഡ് വൺ തന്നത് tan z ആൻഡ് C f of z = tan z ആൻഡ് C എന്ന് പറയുന്നത് mod z = 1. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം f of z = tan z എന്ന് മാറ്റി എഴുതി വെക്കാം. tan z = നമുക്ക് ഇതിനെങ്ങനെ എഴുതാമോ? sin z / cos z എന്ന് എഴുതാം അല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? mod z = 1 വേണം അല്ലേ. mod z = 1 എന്താണ്? യൂണിറ്റ് സർക്കിളാണ്. ഇനി ഈ f of z നെ ബ്രേക്ക് ആവുന്ന പോയിന്റ്സ് അല്ല, അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്ന പോയിന്റ്സ് എവിടെയാണുള്ളത്? cos z 0 ആവും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം f of z is analytic everywhere except at the points cos z = 0. cos z 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ലാണ് cos z 0 ആവുന്നത്. cos z = 0 implies z = ± π/2 ± 3π/2 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 2n + 1 π/2 എന്ന് എഴുതിയാൽ മതി കേട്ടോ, കുഴപ്പമില്ല. n belongs to n. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും π/2 വരുമോ? നമുക്ക് മാക്സിമം 3π/2 ഒന്നും എന്തായാലും പറ്റില്ല. π/2 വരുമോ? 3.14 / 2 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 1നേക്കാളും കൂടുതൽ ഒരു നമ്പറല്ലേ കിട്ടുക. അപ്പോൾ ഇത് ലൈ ഔട്ട്സൈഡ് ദ സർക്കിളാണ് വരിക. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ എന്ത് പറയാം? നമുക്ക് all the points z = ± π/2 ± 3π/2 etc. lie outside C.
ഔട്ട്സൈഡ് സി. സിയുടെ പുറത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അനലറ്റിസിറ്റി ഇവിടെ ബ്രേക്ക് ആവുന്നില്ല, നമുക്ക് ഉള്ളിൽ ഇൻറ്റീരിയറിലും ബൗണ്ടറിയിലും ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ടാൻ സെഡ് ഈസ് അനലിറ്റിക് within and on C. Therefore, by Cauchy's theorem, we can say that integral over C f of z dz equal to integral over C tan z dz equal to 0. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കോഷി ഗോസാറ്റ് തിയറം. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.